ഏക ദൈവാരാധനയ്ക്കായി ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാണ് വിശുദ്ധ കഅബ. വിശുദ്ധിയും നിർഭയത്വവും നിറഞ്ഞ മക്കയിൽ മസ്ജിദുൽ ഹറമിനാൽ വലയം ചെയ്യപ്പെട്ട് കഅബ വിളങ്ങി നിൽക്കുന്നു. അല്ലാഹുവിൻ്റെ മലക്കുകൾ ഒന്നാം വാനലോകത്ത് ബൈത്തുൽ മഅ്മൂറിൽ അല്ലാഹുവിന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ കഅബ കേന്ദ്രീകരിച്ച് മനുഷ്യർക്ക് ത്വവാഫിനുള്ള ഏക കേന്ദ്രമാണ് കഅബ. ദിവസേന 5 നേരം നമസ്കരിക്കുമ്പോൾ ശതകോടികൾ മുഖം തിരിക്കുന്നത് അതിനു നേരെയാണ്. പതിനായിരങ്ങൾ അണമുറിയാതെ അതിനെ ത്വവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ വർഷവും ഹജ്ജിനും ഉംറയ്ക്കുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ കഅബയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അന്ത്യവിശ്രമത്തിനായി 6 അടി മണ്ണിൽ കിടത്തുമ്പോൾ മുഖം ചെരിച്ചു വെക്കുന്നതും ഇതേ കഅബയുടെ നേരെ തന്നെ. കഅബയുടെ നിർമ്മാണം ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. വർഷങ്ങൾക്കു ശേഷം മകൻ ഇസ്മായിലിനെ കാണാൻ ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു. അന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം യുവാവായി മാറിയിരുന്നു. പിതാവിനെ കണ്ടപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം ആദരിച്ചിരുത്തി. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു എന്നോട് ഒരു കാര്യം കൽപ്പിച്ചിരിക്കുന്നു. നീ എന്നെ സഹായിക്കുമോ? മകൻ പറഞ്ഞു, തീർച്ചയായും. കൽപ്പിക്കപ്പെട്ടത് അങ്ങ് ചെയ്യുക. ഇവിടെ ഒരു ഭവനമുണ്ടാക്കാനാണ് കൽപ്പന. കുന്നിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇരുവരും ദൈവഭവനത്തിൻ്റെ അസ്ഥിവാരമുയർത്തി. ഇസ്മായിൽ കല്ലുകൊണ്ടുവന്നു. ഇബ്രാഹിം നിർമ്മിച്ചു. അതീവ ലളിതമായ ഒരു കെട്ടിടമാണ് കഅബ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് നിർമ്മിച്ചത് ചെങ്കല്ലുകൊണ്ടാണ്. ഒറ്റപ്പൊളിയുള്ള 2 വാതിലുകൾ, വാതിൽ പടിയില്ല, മേൽക്കൂരയുമില്ല. 9 മുഴം ഉയരം, 31 മുഴം നീളം, 22 മുഴം വീതി. തെക്കുകിഴക്കേ മൂലയിൽ 1.5 മീറ്റർ ഉയരത്തിൽ ചുമരിൽ ഒരു കല്ലും വെച്ചു, ഹജറുൽ അസ്വദ്. ഈ ചതുരാകൃതിയിലുള്ള കെട്ടിടമാണ് വിശുദ്ധ കഅബ. കഅബയെ വിശുദ്ധ ഖുർആൻ വേറെയും പേരുകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അൽ ബൈത്ത്, അൽ ബൈത്തുൽ അതീഖ്, അൽ ബൈത്തുൽ മുഹറം, അവ്വലു ബൈത്ത്, മസ്ജിദുൽ ഹറാം എന്നിങ്ങനെയാണവ. കഅബ എന്ന പദത്തിന് ചതുരക്കട്ട എന്നാണ് അർത്ഥം. അൽ മാഇദ 95, 97 എന്നീ വചനങ്ങളിലാണ് കഅബ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തി നൂറ്റാണ്ടുകൾ പിന്നിടുന്നതിനിടയിൽ പല കാലങ്ങളിലായി തീപിടിത്തം, വെള്ളപ്പൊക്കം, ആക്രമണങ്ങൾ എന്നിവ മൂലം ഈ വിശുദ്ധ ഭവനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതാതു കാലങ്ങളിൽ പുനർനിർമ്മാണവും നടന്നു. ഖുറൈശികൾ, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഉസ്മാനി സുൽത്താൻ മുറാദ് ഖാൻ എന്നിവരാണ് പുനർനിർമ്മാണം നടത്തിയവരിൽ പ്രമുഖർ. പടുത്തുയർത്തിയതു മുതൽ തന്നെ കഅബയ്ക്ക് സൂക്ഷിപ്പുകാരുണ്ടായിരുന്നു. സാദിൻ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. കഅബയുടെ താക്കോൽ സൂക്ഷിപ്പും മറ്റ് അവകാശങ്ങളും ഇവർക്കായിരുന്നു. ജാഹിലിയ്യ കാലത്ത് ഇത് അബ്ദുദ്ദാർ കുടുംബത്തിനായി. മക്ക വിജയവേളയിൽ ഈ കുടുംബത്തിലെ ത്വൽഹയുടെ മകൻ ഉസ്മാന്റെ കൈവശമായിരുന്നു താക്കോലുണ്ടായിരുന്നത്. ഉസ്മാനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ താക്കോൽ വാങ്ങി. കഅബ വൃത്തിയാക്കി നമസ്കരിച്ചിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോൽ ഉസ്മാൻ റളിയല്ലാഹുവിന് തന്നെ മടക്കി കൊടുത്തു. ഇപ്പോൾ ഇത് സൂക്ഷിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായ ആലു ഷൈബി കുടുംബമാണ്. ഡോക്ടർ സ്വാലിഹ് സൈനുൽ ആബിദീൻ അഷൈബിയാണ് 2014 ഒക്ടോബർ മുതൽ താക്കോൽ സൂക്ഷിപ്പുകാരൻ. 2013 താക്കോൽ പുതുക്കി നിർമ്മിച്ചിരുന്നു. കഅബയ്ക്ക് പ്രധാനമായും 9 ഭാഗങ്ങളാണുള്ളത്. ഹജറുൽ അസ്വദ്, കറുത്ത കല്ല്, വാതിൽ മിസാബ്, പാത്തി, ഷാദിർവാൻ, അടിത്തറ, ഹിജ്ർ, ഹത്തീം, മുൽത്തസം, ഹജറുൽ അസ്വദിൻ്റെയും വാതിലിൻ്റെയും ഇടയിലുള്ള സ്ഥലം, മഖാമു ഇബ്രാഹിം, 4 മൂലകൾ, കിസ്വ, കഅബയെ മൂടിയ തുണി എന്നിവയാണവ. മക്കയുടെ ഭൂമിശാസ്ത്രവും മഹത്വവും നോക്കാം. ഏഷ്യ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിലെ ഒരു പ്രധാന പ്രവിശ്യയാണ് മക്ക.
സൗദി അറേബ്യയുടെ തുറമുഖ നഗരമായ ജിദ്ദയിൽ നിന്ന് 80 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി സമുദ്രനിരപ്പിൽ നിന്ന് 910 അടി ഉയരത്തിലായി മക്ക നഗരം സ്ഥിതി ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. ലോകത്ത് ഏകദൈവത്തെ ആരാധിക്കാനായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയമായ കഅബ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കടുത്ത പാറക്കല്ലുകളാലും കുന്നുകളാലും ചുറ്റപ്പെട്ട ഇവിടെ നാഗരികത ആരംഭിക്കുന്നത് ഏകദേശം 4000 വർഷങ്ങൾക്കു മുൻപാണ്. അറേബ്യൻ മരുഭൂമിയിൽ മനുഷ്യരെ ആകർഷിക്കാവുന്ന യാതൊന്നും അവകാശപ്പെടാനില്ലാതെ കിടന്ന പ്രദേശമാണിത്. ബാബിലോണിയക്കാരനായ ഇബ്രാഹിം നബി തൻ്റെ കുടുംബത്തെ ഇവിടെ നേരത്തെയുണ്ടായിരുന്നതും നശിച്ചുപോയതുമായ ദേവാലയത്തിൻ്റെ പരിസരത്ത് താമസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഈ പ്രദേശത്ത് അത്ഭുത ഉറവയായ സംസം രൂപപ്പെട്ടു. ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്തതികളിൽ നിന്ന് കൃഷിയൊന്നും ഇല്ലാത്ത ഒരു താഴ്വരയിൽ നിൻ്റെ പവിത്രമായ ഭവനത്തിൻ്റെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനാൽ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകളെ നീ അവരോട് ചായ്വുള്ളതാക്കുകയും അവർക്ക് കായ്കനികളിൽ നിന്ന് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ. അവർ നന്ദി കാണിച്ചെന്നു വരാം. ഇതോടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി. ഇതാണ് അറബ് വംശത്തിൻ്റെ തന്നെ ഉത്ഭവ ചരിത്രം. ഭൂമുഖത്ത് പവിത്രമായി അള്ളാഹു തിരഞ്ഞെടുത്ത പ്രദേശമാണ് മക്ക. മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, അൽ ബലദുൽ അമീൻ എന്നെല്ലാം ഖുർആൻ ഈ രാജ്യത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വാക്കുകളെയെല്ലാം അന്വർത്ഥമാക്കുന്നതാണ് ഈ നാട്. ഏകദൈവാരാധകരാൽ തിങ്ങി നിറഞ്ഞതും ആക്രമികളാൽ നശിപ്പിക്കപ്പെട്ടതും മനുഷ്യവാസമുള്ള ഭൂപ്രദേശങ്ങളിൽ നിന്നും ഏകദേശം തുല്യ ദൂരം പങ്കിടുന്നതും നൂറ്റാണ്ടുകളായി ജനകോടികൾക്ക് സമാധാനം സമ്മാനിക്കുന്നതുമായ പ്രദേശമാണിത്. ഇതെല്ലാം ചേർന്നതാണ് ഈ രാജ്യത്തിൻ്റെ പവിത്രതയ്ക്കും മഹത്വത്തിനും കാരണം. ഈ പ്രദേശത്തിൻ്റെ പവിത്രത അവിടെ നിവസിക്കുന്നതിലോ മരിക്കുന്നതിലോ ഇവിടുത്തെ വെള്ളവും മണ്ണും ഉപയോഗിക്കുന്നതിലോ അല്ല. പ്രത്യുത അവിടെ നിർവഹിക്കപ്പെടുന്ന ആരാധനകളാണ് അതിനെ പവിത്രവും പുണ്യഭൂമിയുമാക്കുന്നത്. അള്ളാഹുവിനെ ആരാധിക്കാനായി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കഅബ ദേവാലയത്തിൻ്റെ നാടാണ് അത് എന്നതാണ് ആ പ്രദേശത്തിന് മഹത്വം നൽകിയത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക പുണ്യസ്ഥലങ്ങളായി നിശ്ചയിക്കപ്പെട്ട 3 പള്ളികളിൽ ഒന്നാമത്തേതാണ് ഇത്. ഇവിടെ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിന് മറ്റു പള്ളികളിൽ നിന്നുള്ളതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ. അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശകമായും ഇത് നിലകൊള്ളുന്നു. ഈ രാജ്യത്തെ പവിത്രമാക്കി തീർത്ത ഇതിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുവാൻ മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വസ്തുവും അവൻ്റെതത്രേ. ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകാവസാനം വരെ ഈ പവിത്രത നിലനിൽക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ ഈ നാട് അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. അന്ത്യനാൾ വരേക്കും ആ പവിത്രത നിലനിൽക്കുകയും ചെയ്യും. ഈ നാട് നൽകുന്ന നിർഭയത്വമാണ് ഇതിൻ്റെ മറ്റൊരു മഹത്വം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് ഈ രാജ്യത്തെ ഇങ്ങനെ നിർഭയത്വത്തിൻ്റെ കേന്ദ്രമാക്കിയത്. ഇബ്രാഹിം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എൻ്റെ രക്ഷിതാവേ, നീ ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കുകയും എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ. മനുഷ്യനായാലും മറ്റു ജീവികൾക്കായാലും അല്ലാഹുവിനെയല്ലാതെ ആരെയും പേടിക്കേണ്ടതില്ലാത്ത ഇടമാണ് ഹറം. മക്കയിലെ ബഹുദൈവാരാധകർക്ക് പോലും ഈ പ്രദേശം ഇത്തരത്തിൽ അഭയമായിരുന്നു എന്നാണ് ഖുർആൻ സൂറത്തുൽ ഖുറൈശിലൂടെ ഉണർത്തുന്നത്. ഈ പ്രദേശത്തിൻ്റെ നിർഭയാവസ്ഥ സൂക്ഷിക്കേണ്ടത് അതിനെ ആദരിക്കുന്ന മനുഷ്യരുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ അവർ ദൈവിക ശിക്ഷയ്ക്ക് പാത്രമാകും. അവിടെ വെച്ച് വല്ലവനും അന്യായമായി ധർമ്മവിരുദ്ധമായ വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷയിൽ നിന്നും നാം ആസ്വദിപ്പിക്കുന്നതാണ്.
ഇത് കഅബ തകർക്കാൻ വന്ന അബ്രഹത്തിനെ അമാനുഷികമായ രീതിയിൽ പരസ്യമായി നശിപ്പിച്ചതുപോലെയാകാം. അല്ലെങ്കിൽ മക്ക ബഹുദൈവ ആരാധകരെ ആ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്തതുപോലെയുമാകാം. അറേബ്യ മുഴുവൻ ദാരിദ്ര്യത്തിലായ നൂറ്റാണ്ടുകളിലും വിവിധ നാടുകളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരാൽ മക്ക പ്രായേണ സുഭിക്ഷിതയിലായിരുന്നു. അതിന് കാരണം കഅബയായിരുന്നു. ഹജ്ജും ഉംറയും അടക്കമുള്ള തീർത്ഥാടനത്തിന് നാനാഭാഗങ്ങളിൽ നിന്നായി ഇവിടെ പുരാതന കാലം മുതൽ പതിനായിരക്കണക്കായ മനുഷ്യരെത്തുന്നു. അവർ കൊണ്ടുവരുന്ന വസ്തുക്കൾ വാങ്ങിയും അവർക്ക് ആവശ്യമുള്ള ചരക്കുകൾ വിറ്റും അന്ന് മക്കക്കാർ സമൃദ്ധി നേടി. കഅബയുടെ സൂക്ഷിപ്പുകാർ എന്ന നിലയിൽ അവർക്ക് മറ്റു നാടുകളിലേക്ക് സുരക്ഷിതമായി കച്ചവടയാത്ര നടത്താനും മറ്റും കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇത് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്: ഖുറൈശ് ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിച്ചു കൊള്ളട്ടെ. അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുകയും ചെയ്തവനെ. ആധുനിക കാലത്ത് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തിക ശേഷി ലഭിക്കുകയും ചെയ്തപ്പോൾ ഈ ഏകദൈവ ആരാധനാ കേന്ദ്രത്തിലെത്താനും ഹജ്ജും ഉംറയും നിർവഹിക്കാനും ജനലക്ഷങ്ങൾക്ക് ശേഷി ലഭിച്ചു. അതിനാൽ ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകുക എന്ന ബാധ്യത നിർവഹിക്കാനായി ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നുമായി എത്തുന്ന അല്ലാഹുവിൻ്റെ അതിഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. സുഭിക്ഷവും സൗകര്യപ്രദവുമായ ആതിഥ്യം നൽകി അവരെ ആദരിക്കാൻ എണ്ണയും സ്വർണവും നൽകി അല്ലാഹു ഈ നാടിനെ സമ്പന്നമാക്കി. കൃഷിയും കച്ചവടവും വ്യവസായങ്ങളും ഒന്നും ഇനിയും വളർന്നിട്ടില്ലാത്ത ഈ നാടിനെ അങ്ങനെ ജനലക്ഷങ്ങളെ ഊട്ടാനും പോറ്റാനുമായി എല്ലാ രാജ്യക്കാരുടെയും പഴങ്ങളും ഫലങ്ങളും സമൃദ്ധമായി ലഭിക്കുന്ന ഇടമാക്കി അല്ലാഹു അനുഗ്രഹിച്ചു. നിന്നോടൊപ്പം ഞങ്ങൾ സന്മാർഗം പിന്തുടരുന്ന പക്ഷം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തെറിയപ്പെടും എന്ന് അവർ പറഞ്ഞു. നിർഭയമായ ഒരു പവിത്ര സങ്കേതം നാം അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ലേ? എല്ലാ വസ്തുക്കളുടെയും ഫലങ്ങൾ അവിടേക്ക് ശേഖരിച്ചു കൊണ്ടുവരപ്പെടുന്നു. നമ്മുടെ പക്കൽ നിന്നുള്ള ഉപജീവനമത്രേ അത്. പക്ഷേ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമിയായ മക്കയിൽ ദൈവിക ഗേഹമായ കഅബയെ വലയം ചെയ്ത് തലയുയർത്തി നിൽക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹറാം. പുണ്യം പ്രതീക്ഷിച്ച് മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനം ചെയ്യാവുന്ന 3 പള്ളികളിലൊന്നാണ് മസ്ജിദുൽ ഹറാം. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ആരാധനാലയമാണത്. 3.57 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പള്ളിയുടെ ഉള്ളിലും പുറത്തെ വിശാലമായ മുറ്റത്തുമായി 40 ലക്ഷം പേർക്ക് ഒരേ സമയം നമസ്കാരം നിർവഹിക്കാമെന്നാണ് കണക്ക്. ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട പ്രഥമ പള്ളിയും ഇതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി പറഞ്ഞിട്ടുണ്ട്.